ചെർപ്പുളശ്ശേരി നഗരസഭ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജനജാഗ്രതാ യാത്രയുമായി കോൺഗ്രസ്. ഒക്ടോബർ 10, 11 തീയതികളിൽ യാത്രയ്ക്ക് നഗരസഭയിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപക അഴിമതി നടക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാന്റെ നേതൃത്വത്തിൽ CPIM ചെർപ്പുളശ്ശേരിയെ കോറി മാഫിയകൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. അക്ബർ അലിയാണ് ജാഥ ക്യാപ്റ്റൻ. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. സുബീഷ് വൈസ് ക്യാപ്റ്റനായും നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ KM ഇസ്ഹാഖ് ജാഥ കോർഡിനേറ്ററായും പ്രവർത്തിക്കും. ജാഥയുടെ ഒന്നാം ദിനം ഒക്ടോബർ 10 വൈകിട്ട് 3 മണിക്ക് കരുമാനാംകുറിശ്ശിയിൽ KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ വാർഡുകളിലെ 11 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 7:30 മഞ്ചക്കല്ലിലെ DCC സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ സമാപനം ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ദിനമായ ഒക്ടോബർ 11 വൈകിട്ട് 3 മണിക്ക് പന്നിയംകുറിശ്ശിയിൽ നിന്നും ജാഥ ആരംഭിക്കും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 7:30 കാറൽമണ്ണയിൽ നടക്കുന്ന സമാപന സമ്മേളനം DCC നിർവാഹക സമിതി അംഗം PP വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 2015 ചെർപ്പുളശ്ശേരി നഗരസഭ ആയതിനു ശേഷം UDF അധികാരത്തിൽ വന്നതിൽ അന്ന് 8 കോടി രൂപയുടെ പ്രവർത്തനാനുമതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആരോടും ഒരു പക്ഷപാതിത്വവും കാണിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് ഈ നഗരസഭയെ ഉന്നതികളിൽ എത്തിച്ച ഒരു ഭരണസമിതിയായിരുന്നു UDFൻ്റേത്. എന്നാൽ ഇന്ന് 18 കോടി രൂപയുടെ പ്രവർത്തനാനുമതിയുള്ള ഈ LDF ഭരിക്കുന്ന ഈ നഗരസഭ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്ന് മാത്രമല്ല, വ്യാപകമായ അഴിമതിയും സ്വജനപക്ഷപാതവും കൊടുകാര്യസ്ഥതയും മൂലം വർഷങ്ങളോളം പിന്നോട്ടടിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രത യാത്ര നടത്തുന്നത്. നഗരസഭയിലെ ഭരണപരമായ വീഴ്ചകളും അഴിമതിയും ജനമധ്യത്തിൽ തുറന്നു കാട്ടുക എന്നതാണ് ജാഥയുടെ പ്രധാന ലക്ഷ്യമെന്ന് നേതാക്കൾ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും DYFI ഒക്കെ ഇപ്പൊ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നും അതിന് ചെർപ്പുളശ്ശേരി പാർട്ടിയുടെ എല്ലാ ഒത്താശയും ഉണ്ടെന്നുമാണ് നഗരസഭാ ചെയർമാൻ പറഞ്ഞു വെക്കുന്നത്. അന്ന് രണ്ടാമത്തെ വിഷയം. മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളാണ്. ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നില്ല. 8 കോടി 18 കോടി ആയപ്പോൾ എന്താ നടന്നത്? അവരൊക്കെ വാർഡുകളിൽ കുറച്ച് കോൺക്രീറ്റ് നടന്നിട്ടുണ്ട്, വസ്തുതയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ഒരു പ്രദേശത്ത് മാത്രമായില്ലേ. ചെർപ്പുളശ്ശേരിയില് ഇപ്പൊ കാറൽമണ്ണക്കാർ നികുതി കൊടുക്കുന്നവരല്ലേ, അവർക്ക് വികസനം വേണ്ടേ? അവർ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് നോക്കിയിട്ടാണോ നമ്മുടെ നാടിന്റെ സമ്പത്ത് വീതം വെക്കുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതി ഞങ്ങളുടെ UDF ഭരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോ വികസന പ്രവർത്തനങ്ങളിൽ പക്ഷപാതിത്വവും സ്വാർത്ഥതയുമാണ് ഇവർ കാണിക്കുന്നത് എന്ന് വ്യക്തമാവും. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീട് മറിച്ചു വിൽക്കുന്നതിന് കൂട്ടുനിന്നെന്ന ആരോപണത്തിൽ പരാതി പോലീസിൽ നൽകാൻ തയ്യാറാവണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് P. സുബീഷ് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഒരു വീട് കൊടുക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് ആധാരം നഗരസഭയിൽ വാങ്ങി വെച്ച് സെക്രട്ടറിക്ക് അന്ന് 7 കൊല്ലം 12 വർഷമാക്കണം കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്നതിലേക്ക് ഞങ്ങൾ ഭരണസമിതി പോലോളം ആ ആധാരം നഗരസഭയിൽ നിന്ന് അതിനുശേഷം ഏതെങ്കിലും ഒത്താശ പ്രകാരം ആ ആധാരം പുറത്തെടുത്ത് അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കിട്ടിയിട്ടുണ്ട് DYFI സൂചിപ്പിച്ചു. ഞാൻ DYFI ചെർപ്പുളശ്ശേരി നഗരസഭയെ വെല്ലുവിളിച്ചാണ്. ആ ക്രിമിനൽ കേസാണത്. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറണം. അതിനെതിരെ നടപടി സ്വീകരിക്കണം. ഇന്ന് FIR ചെർപ്പുളശ്ശേരി പോലീസ് നഗരസഭയിൽ തയ്യാറാവുന്നതാണ് നിലപാട്. വാർത്താ സമ്മേളനത്തിൽ ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. അക്ബർ അലി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. സുബീഷ്, പാർലമെന്ററി പാർട്ടി ലീഡർ KM ഇസ്ഹാഖ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി, പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.